1971 നവംബർ മാസം ബംഗാൾ ഉൾക്കടലിന്റെ ഇരുണ്ട ആഴങ്ങളിലൂടെ യാതൊരു ശബ്ദവുമില്ലാതെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ ഒരു കൂറ്റൻ രാക്ഷസൻ ഇന്ത്യയെ ലക്ഷ്യമാക്കി പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ നാവികസേനയുടെ ഏറ്റവും വലിയ അഹങ്കാരമായ PNS ഖാസി എന്ന അമേരിക്കൻ നിർമ്മിത അന്തർവാഹിനി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്ക് ആ അദൃശ്യനായ കൊലയാളി വന്നതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ അഭിമാനമായ ബംഗാൾ ഉൾക്കടലിലെ അനിഷേധ്യ രാജാവായ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിനെ കടലിനടിയിൽ വെച്ച് ബോംബിട്ട് തകർക്കുക. വിക്രാന്ത് തകർന്നാൽ ഇന്ത്യയുടെ നാവികശേഷിയുടെ നട്ടലൊടിയുമെന്നും 1971 യുദ്ധം തങ്ങൾ അനായാസം ജയിക്കുമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടി. ഖാസിയെ തടയാൻ അന്നത്തെ ഇന്ത്യൻ നാവികസേനയ്ക്ക് യാതൊരു മാർഗവുമില്ലായിരുന്നു. എന്നാൽ ആയുധങ്ങളുടെ ബലത്തിലല്ല, മറിച്ച് ലോക നാവിക ചരിത്രം കണ്ട ഏറ്റവും വലിയ ബുദ്ധിപരമായ ഒരു ചതിപ്രയോഗത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാനെയും അവരുടെ ആ കൂറ്റൻ അന്തർവാഹിനിയെയും കടലിനടിയിൽ കുരുക്കി. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും നാവികസേനയും ചേർന്ന് ഒരുക്കിയ ആ മരണക്കെണിയിൽപ്പെട്ട് 93 പാക് നാവികരുമായി ഖാസി കടലിന്റെ അടിത്തട്ടിൽ ചിന്നിച്ചിതറി.